ഹലോ ഫ്രണ്ട്സ്, ഐ എം നിഷ ഫ്രം നിസാസ് കിച്ചൺ. വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്വീറ്റ് റെസിപ്പി ആയിട്ടാണ്, ഗുലാബ് ജാമുൻ. ഇത് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടാണ്. നമുക്ക് വീട്ടിൽ തന്നെ മിൽക്ക് പൗഡർ ഉപയോഗിച്ച് ഗുലാബ് ജാമുൻ വളരെ പെർഫെക്റ്റായിട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ആവശ്യമായ ഇൻഗ്രീഡിയൻസ്: മിൽക്ക് പൗഡർ 100 ഗ്രാം, മൈദ 60 ഗ്രാം, പഞ്ചസാര 1 വലിയ കപ്പ്, ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂൺ, നെയ്യ് 5 ടീസ്പൂൺ, പാല് 5 ടേബിൾ സ്പൂൺ, ഏലക്ക ക്രഷ് ചെയ്തത് 1/2 ടീസ്പൂൺ. ആദ്യമായിട്ട് നമുക്ക് ഗുലാബ് ജാമിനുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ വൈഡായിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പാൽപ്പൊടി ഇട്ട് കൊടുക്കാം. പാൽപ്പൊടി ഞാൻ ഈ ഒരു കപ്പിന് 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. ഇത് ഏകദേശം 100 ഗ്രാമോളമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മൈദ ചേർക്കാം. മൈദ നമ്മൾ പാൽപ്പൊടി എടുത്ത അതേ കപ്പിന് ഏകദേശം പകുതിയിൽ കുറച്ചും കൂടെ മുകളിലായിട്ട് ഏകദേശം ഒരു 60 ഗ്രാമോളം മൈദ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. മൈദ അരിച്ച ശേഷം വേണം ചേർക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലോട്ട് നെയ്യ് ചേർക്കാം. ഞാൻ ഈ ചെറിയ സ്പൂണിന് ഒരു 5 സ്പൂണാണ് ചേർക്കുന്നത്. വലിയ സ്പൂണാണെങ്കിൽ 2-3 സ്പൂൺ ചേർക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടെ ചേർക്കാം. ബേക്കിംഗ് സോഡയല്ല, ബേക്കിംഗ് പൗഡറാണ് ചേർക്കേണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ കൈ കൊണ്ടൊന്ന് മിക്സാക്കാം. എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് പാല് ചേർക്കാം. ആദ്യമേ ഒരു 3 ടേബിൾ സ്പൂൺ പാല് ചേർക്കാം. ഇനി ഇതിനെ കൈ കൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് വീണ്ടും ഒരു 2 ടേബിൾ സ്പൂൺ പാൽ കൂടെ ചേർത്ത് കൊടുക്കാം. ഒന്നിച്ചൊഴിക്കരുത്, ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. വീണ്ടും ഇതിനെ കൈകൊണ്ട് നന്നായിട്ട് മിക്സാക്കാം. ഇനി ഇതിലേക്ക് അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പാലൊഴിച്ച് മിക്സ് ആക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേണം ഇതിനെ സെറ്റാക്കി എടുക്കാനായിട്ട്. നന്നായിട്ട് മിക്സ് ചെയ്യാം. വെള്ളം ഒന്നിച്ചൊഴിക്കാതെ 2-3 പ്രാവശ്യമായിട്ട് ചെറിയ അളവിൽ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ പൂരിക്കൊക്കെ മാവ് തയ്യാറാക്കി എടുക്കുന്നത് പോലെ നന്നായിട്ട് ഇതിനെ കുഴച്ച് സെറ്റ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മാവ് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ കണ്ടില്ലേ, നല്ല സോഫ്റ്റാണ്. ഇതുപോലെ നല്ല മയത്തിൽ കുഴച്ചെടുക്കണം. ഇനി നമുക്ക് ഈ ഒരു കൺസിസ്റ്റൻസി ആയി കഴിഞ്ഞിട്ട് ഇതിനെ കൗണ്ടർ ടോപ്പിലോ അല്ലെന്നുണ്ടെങ്കിൽ ബൗളിലോ ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് അമർത്തി പ്രസ് ചെയ്ത് ഒരു 5 മിനിറ്റും കൂടെ ഇതിനെ ഇതുപോലെ കുഴച്ചെടുക്കണം. ഉള്ളിലോട്ട് ഇതുപോലെ ഫോൾഡ് ചെയ്ത് വേണം ഇതിനെ കുഴച്ചെടുക്കാനായിട്ട്. പൊട്ടിപ്പോകാതെ നല്ല പെർഫെക്റ്റായിട്ട് നമുക്ക് ഗുലാബ് ജാമുൻ തയ്യാറാക്കാനായിട്ട് ഇതുപോലെ മാവ് നന്നായിട്ട് പ്രസ് ചെയ്ത് കുഴച്ചെടുക്കുക. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ഞാനൊരു 5-6 മിനിറ്റ് ഇതിനെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതെല്ലാം കൂടി ഇതുപോലെ റൗണ്ടാക്കി എടുക്കാം. ഇനി നമുക്കൊരു 10 മിനിറ്റ് ഇതിനെ വെച്ചിരുന്ന ശേഷം വേണം ചെറിയ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഫ്രൈ ആക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബാഗിലോ അല്ലെന്നുണ്ടെങ്കിൽ വൃത്തിയുള്ള ഒരു കോട്ടൺ തുണിയിലോ ഇതിനെ പൊതിഞ്ഞ് വെക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഡ്രൈ ആയിട്ട് പോവും. ഞാനിപ്പോൾ ഒരു പ്ലാസ്റ്റിക് ബാഗിലാക്കിയിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് റൂം ടെമ്പറേച്ചറിൽ തന്നെ ഒരു 10 മിനിറ്റ് ഇതിനെ വെച്ചിരിക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിനെ പ്ലാസ്റ്റിക് ബാഗിൽ നിന്ന് പുറത്തെടുക്കാം. 10 മിനിറ്റ് കൂടുതൽ ഇത് ഒട്ടും വെച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഇത് ഒന്നും കൂടെ നല്ല സോഫ്റ്റായിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒന്നും കൂടെ നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് അമർത്തി ഒന്ന് കുഴച്ചെടുക്കാം. ഇനി ഇതിൽ നിന്നും ഇതുപോലെ ചെറിയൊരു പോർഷനായിട്ട് എടുത്തിട്ട് ഉള്ളം കയ്യിലിട്ടിട്ട് ഇതുപോലെ നല്ല ടൈറ്റായിട്ട് അമർത്തി ഉരുള പിടിക്കണം. ഇതിൻ്റെ ഇടയിൽ ഒട്ടും ഹോളില്ലാത്ത വിധത്തിൽ, ഒട്ടും സ്പേസ് ഇല്ലാതെ നന്നായിട്ട് ടൈറ്റായിട്ട് വേണം ഇത് ഉരുള ഉരുട്ടിയെടുക്കാനായിട്ട്. അതിനുശേഷം ഉള്ളം കയ്യിൽ വെച്ചിട്ട് സോഫ്റ്റായിട്ട് റൊട്ടേറ്റ് ചെയ്ത് നല്ല റൗണ്ട് ഷേപ്പാക്കി എടുക്കണം. ചെറിയ ലെമൺ സൈസിലുള്ള ബോളുകൾ വേണം തയ്യാറാക്കി എടുക്കാനായിട്ട്. നമ്മൾ ലാസ്റ്റ് പഞ്ചസാര പാനിയിലിട്ട് കഴിയുമ്പോൾ ഇത് ഡബിൾ സൈസായിട്ട് വരും.
ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതുപോലെ ഉരുള ഉരുട്ടിയെടുക്കുമ്പോൾ ഒട്ടും സ്പേസ് ഉണ്ടാവാതിരിക്കണം. ഇടയിൽ സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് നമ്മളിത് ഓയിലിലിട്ട് ഫ്രൈ ചെയ്യുമ്പോൾ പൊട്ടിപ്പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇതുപോലെ നമുക്ക് മുഴുവൻ ഡോ ഉപയോഗിച്ചും ചെറിയ ചെറിയ ബോൾസ് തയ്യാറാക്കിയെടുക്കാം. ഇനി നമുക്ക് പഞ്ചസാര പാനി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു 1.5 ഗ്ലാസ് വെള്ളം പാനിലാക്കി സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് പഞ്ചസാര ഇട്ടിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഞാനൊരു വലിയ കപ്പിന് 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഗുലാബ് ജാമുന് കുറച്ച് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് 1 കപ്പോ അല്ലെങ്കിൽ 1.5 കപ്പ് വരെയോ ചേർക്കാം. ഞാനിപ്പോൾ ഒരു മീഡിയം മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ്, വലിയ കപ്പിന് ഒരു 1/4 കപ്പാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് നമുക്ക് ഏലക്ക പൊടിച്ചത് ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് ഒന്ന് തിക്കായിട്ട് വരണം. നമ്മൾ 1.5 കപ്പ് വെള്ളമാണ് ചേർത്തിരുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് കുറുകി ഏകദേശം ഒരു 1/4 കപ്പോളമായിട്ട് വരണം. ഇത് നന്നായിട്ട് തിളച്ച് തിക്കായിട്ട് വരുമ്പോഴേക്കിനും നമുക്ക് ഗുലാബ് ജാമിന് വേണ്ടിയിട്ട് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിവിടെ ഒരു ചീനച്ചട്ടിയിൽ ഓയിൽ ഒഴിച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഓയിലിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗുലാബ് ജാമിന് വേണ്ടിയിട്ടുള്ള ബോൾസ് ഇട്ട് കൊടുക്കാം. ഓരോന്നും തമ്മിൽ മുട്ടാതെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ ഒന്നിച്ചിടാതെ ഇതുപോലെ 5 or 6 എണ്ണം ഇട്ടിട്ട് ഫ്രൈ ആക്കി എടുക്കാം. ഇത് കംപ്ലീറ്റ് ആയിട്ട് ഓയിലിനകത്ത് മുങ്ങി കിടക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഓയിൽ ഇതിൻ്റെ പുറത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇത് ചുവട്ടിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വളരെ ലൈറ്റായിട്ട് ഇതിനെ ഒന്ന് അനക്കി കൊടുക്കണം. വളരെ ലൈറ്റായിട്ട് വേണം, കാരണം ഇത് വളരെ സോഫ്റ്റാണ്, പൊട്ടിപ്പോവും. അതുപോലെ തന്നെ ഇത് ഒട്ടിപ്പിടിക്കാതെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇടുക. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചും മറിച്ചു വിട്ട് ഇതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് ഫ്രൈ ആക്കി എടുക്കാം. വൺ സൈഡ് മൊരിഞ്ഞ് വന്നതിന് ശേഷം ഇത് ലോ ഹീറ്റിലിട്ട് ഫ്രൈ ആക്കാം. ഇപ്പോൾ ഇത് ആവശ്യത്തിന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതുപോലെ നല്ലൊരു ബ്രൗൺ കളറായിട്ട് വരണം. നമുക്കിനി ഇതിനെ ഓയിലിൽ നിന്ന് കോരി മാറ്റാം. ഇപ്പോൾ ഇതിനെ പഞ്ചസാര പാനിയിൽ ഇടേണ്ട ആവശ്യമില്ല. ഇതിനൊരു പാത്രത്തിലിട്ട് വെക്കാം. മുഴുവനും ബോൾസും ഫ്രൈ ആക്കിയതിന് ശേഷം ഒന്നിച്ച് വേണം പഞ്ചസാര പാനിയിലിടാൻ. ഇതുപോലെ നമുക്ക് കുറേശ്ശെയായിട്ട് എല്ലാ ബോൾസും ഇട്ടിട്ട് ഫ്രൈ ആക്കിയെടുക്കാം. നമ്മുടെ പഞ്ചസാര പാനി ഇപ്പം നന്നായിട്ട് തിളച്ച് പകുതിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല തിക്കായി വന്നിട്ടുണ്ട്. ഇത് അടുപ്പിൽ തന്നെ വെച്ചിരിക്കുക, ലോ ഹീറ്റിൽ വെച്ചിരിക്കുക. നമ്മൾ ആദ്യമേ പഞ്ചസാര പാനി ഉണ്ടാക്കി അത് തണുത്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോൾസ് ഇടുന്നതിന് മുമ്പ് അത് ലോ ഹീറ്റിൽ വെച്ചിട്ട് വീണ്ടും ചൂടാക്കുക. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായി തിളച്ച് തന്നെ കിടക്കുകയാണ്. ഇപ്പം ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ആക്കി വെച്ചിരിക്കുന്ന മുഴുവനും ബോൾസ് ഒന്നിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് മധുരം നന്നായിട്ട് പിടിച്ച് വരണം. ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഇനി അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും നമുക്കിതിനെ മൂടി വെച്ചിരിക്കണം. ഈ ചൂടായ പാനിയിലിട്ടിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അതിനുശേഷം ഇതിനെ മാറ്റി ഒരു 2 മണിക്കൂറെങ്കിലും സെറ്റ് ആവാനായിട്ട്, ഇതിലോട്ട് മധുരം പിടിച്ച് വരാനായിട്ട് വെച്ചിരിക്കാം. 2 അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂറായാലും അത്രയും നന്നായിരിക്കും. അതിനുശേഷം സെർവ് ചെയ്യാം. ഇപ്പോൾ 2 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഗുലാബ് ജാമുൻ സെർവ് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഇതിൻ്റെ സൈസൊക്കെ ഒന്ന് ഡബിളായിട്ട് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിലോട്ടൊക്കെ നന്നായിട്ട് മധുരം പിടിച്ച് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഞാനൊന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം. ഇതിൻ്റെ ഉൾഭാഗത്തോട്ടൊക്കെ നന്നായിട്ട് മധുരം പിടിച്ച് ഇത് നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇത് 2 അല്ലെങ്കിൽ ഒരു 3-4 മണിക്കൂർ ഇത് പഞ്ചസാര പാനിയിലിട്ട് വെച്ചിരുന്നാൽ അത്രയും കൂടെ നന്നായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഈ മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ടുള്ള ഗുലാബ് ജാമിൻ്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ഗുലാബ് ജാമുൻ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയുടെ ലിങ്ക് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും ഷെയർ ചെയ്യുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്